നമ്മളിന്നിവിടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയിലെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഹെറിറ്റേജ് ജ്വല്ലറി ഷോ ആരംഭിക്കുകയാണ്. 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചക്കാലം നീണ്ടുന്ന ഒരു ഹെറിറ്റേജ് ഷോയാണ്. അനശ്വരമായ ഭാരതീയ സങ്കല്പത്തിന്റെ പാരമ്പര്യവും പരമ്പരാഗതമായ ആഭരണങ്ങളുടെ ശേഖരണവും പ്രദർശനവുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഷോയിലേക്ക് സ്വാഗതം ചെയ്തു. 2024 മെയ് 10 വെള്ളിയാഴ്ച അക്ഷയ തൃതീയ ദിനം തൊടുപുഴയിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹെറിറ്റേജ് വില്ലേജ് ദി സെലിബ്രേഷനായിട്ട് തുടക്കം കുറിച്ചു. അനശ്വരമായ ഭാരതീയ പരമ്പരാഗത സ്വർണ്ണാഭരണങ്ങളുടെ അതിവിശാലമായ ശേഖരം ജുവല്ലറി ഷോ മെയ് 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നീണ്ടു നിൽക്കും. ഈ ധന്യമുഹൂർത്തത്തിന്റെ ഉദ്ഘാടനം ദീക്ഷിക നിർവഹിച്ചു. കസ്റ്റമേഴ്സിനുള്ള ആദ്യ വിൽപ്പനയും ദീക്ഷിക നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ജെറാൾഡ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ കസ്റ്റമേഴ്സിനൊപ്പം ഉദ്ഘാടന ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. അക്ഷയ എന്നത് ശാശ്വതമായത് അല്ലെങ്കിൽ ഒരിക്കലും കുറഞ്ഞു പോകാത്തത് എന്നാണ്. അന്നേ ദിവസം സ്വർണം വാങ്ങുന്നത് ഐശ്വര്യവും സൗഭാഗ്യവും ഭവനത്തിൽ നിലനിൽക്കുമെന്നാണ് ഭാരതീയ വിശ്വാസം. ഈ അക്ഷയ തൃതീയ ദിനം വരവേൽക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ശ്രീപത്മനാഭന്റെ നിലവറയ്ക്ക് സമാനമായ സ്വർണ്ണാഭരണങ്ങളുടെ കലവറയാണ് കസ്റ്റമേഴ്സിനായി കാത്തിരിക്കുന്നത്. ഓണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന സുദിനം കൂടിയാണ് ഈ അക്ഷയ തൃതീയ ദിനം. മെയ് 10 അക്ഷയ തൃതീയ രാവിലെ 7:30 മുതൽ 12:30 വരെയാണ് മുഹൂർത്തം. എങ്കിലും വൈകുന്നേരം 8 മണി വരെ കസ്റ്റമേഴ്സിന്റെ തിരക്കാണ് അനുഭവപ്പെട്ടത്. അക്ഷയ തൃതീയ വരവേൽക്കാൻ മാസങ്ങൾക്ക് മുന്നേ മലബാർ ഗോൾഡ് ഓരോ വീടുകളും സന്ദർശിച്ച് ക്ഷണക്കത്തുകൾ നൽകി. ഭാരതീയ സങ്കല്പമനുസരിച്ച് 1 ഗ്രാം സ്വർണമെങ്കിലും കേരളത്തിന്റെ ഓരോ മലയാളിയും സ്വന്തമാക്കുന്ന ഈ സുദിനം കസ്റ്റമേഴ്സിനെ നിയന്ത്രിക്കുന്നതിന് ബുക്കിംഗ് പർച്ചേസിംഗ് സമയം നൽകിക്കൊണ്ടായിരുന്നു. കൂടാതെ വരുന്ന കസ്റ്റമേഴ്സിന് മധുരപലഹാരങ്ങൾ നൽകിക്കൊണ്ട് മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുന്നതിന് എല്ലാ നടപടിക്രമങ്ങളും പ്രത്യേകം സജ്ജമാക്കിയിരുന്നു. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.